ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടില്ല. ഇത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല പഞ്ഞിയായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് ചോറാണ് ചേർത്തിട്ടുള്ളത്. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ചോറും ഒക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒരുപാട് ഒരുമിച്ച് ഒഴിക്കണ്ട. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇല്ല മിക്സി കേടായി പോട്ടോ അത്രയും ഇതിൽ അടിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ വെള്ളം മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അതേ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ. അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവത്തിലാണ്. നമ്മൾ നോർമലായിട്ടുള്ള ദോശൻ്റെ ബാറ്റർ പോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളിലൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെക്കുന്നൊന്നുമില്ല, അപ്പോൾ തന്നെ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഇത് നല്ല ഹോൾസ് വരാൻ വേണ്ടിയിട്ട് അപ്പക്കാരാണ്, ബേക്കിംഗ് സോഡ. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ അപ്പക്കാരം ചേർത്താൽ മാത്രമേ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി കിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ തന്നെ ചുട്ടെടുക്കുകയല്ലേ. അപ്പോൾ ഇത് എപ്പോഴും ഒന്നും ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചപ്പാത്തി മടുക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ വെള്ളപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. തവ നന്നായിട്ട് ചൂടുള്ള സമയത്ത് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് അങ്ങ് പരത്തി കഴിഞ്ഞാൽ ഹോൾസ് വരില്ല. ചെറുതായിട്ട് ഒന്നുകിൽ പരത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ പരത്തിയേ വേണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റുക. അപ്പോഴേക്കും നല്ല ഹോൾസൊക്കെ വരും. ഹോൾ വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. സൈഡിലും മൊത്തമായിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരുപാട് നേരം അടച്ച് വെക്കേണ്ട. അടയ്ക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചാൽ മതി. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് അത്രയൊക്കെ വേണ്ടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഇനി ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് ഒഴിക്കുമ്പോഴും ദോശക്കല്ല് നന്നായിട്ട് ചൂടുണ്ടാവണം, എന്നാലേ നല്ല ഹോൾസ് വരുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. നമുക്ക് സാധാരണ അപ്പത്തിന് എടുക്കുന്ന എല്ലാ കറികളും ഇതിൻ്റെ കൂടെ മാച്ച് ആവും. അപ്പോൾ നമുക്ക് ശരിക്കും അപ്പക്കാരൊക്കെ ചേർക്കുന്നതുകൊണ്ട് എന്നും ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.